ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം മസാലക്കറിയാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിനുശേഷം 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതും മൂത്ത ശേഷം ഇതിനകത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് പൊട്ടിച്ച ശേഷമാണ് സവാള ഇട്ട് കൊടുക്കുന്നത്. മീഡിയം സൈസ് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം സവാളയ്ക്ക് വേണ്ടുന്നതിന് ആവശ്യമായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. സവാള നല്ലപോലെ വെന്ത ശേഷം അതിനകത്തോട്ട് ഒരു ക്യാപ്സിക്കം, ഒരു 2 തക്കാളി ഇത്രയും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റി അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അത് നല്ലതുപോലെ വെന്ത് വന്ന ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ഇത്രയിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഞാനിത് അടച്ച് വയ്ക്കുന്നുണ്ട്. മസാലയെല്ലാം വേകുന്നതിന് വേണ്ടിയാണ്. നല്ലതായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. നമ്മുടെ മസാലയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ആ മസാലയിലേക്ക് പിടിച്ചു വരുന്ന രീതിയിൽ നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അടച്ച് ഇട്ട് വേവിച്ചെടുക്കണം. അതിൽ വെള്ളം ഒട്ടും ചേർക്കേണ്ട. മഷ്റൂമിൽ വെള്ളമുണ്ട്, അതുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെ അത് വെന്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് അടച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു മഷ്റൂം ക്യാപ്സിക്കം കറിയാണിത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു വിഭവമാണിത്. അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.